ലോകം ഒരു വൻ യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ മധ്യേഷ്യയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ വെറും മിസൈൽ ആക്രമണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അമേരിക്കയും ഇസ്രയേലും ഇറാനുമായി നേരിട്ടുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ നാടുകടത്തപ്പെട്ട ഇറാനിയൻ മുൻ രാജകുമാരൻ റസ പഹ്ലവി നടത്തിയ പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിലവിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തിന് പകരമായി ഒരു പരിവർത്തന വ്യവസ്ഥ വിഭാവനം ചെയ്തുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച 5 പോയിന്റുകളുള്ള സാമ്പത്തിക പദ്ധതി കേവലം ഒരു വാഗ്ദാനമല്ല, മറിച്ച് ഇറാനിലെ ഭരണകൂട മാറ്റത്തിനായുള്ള വ്യക്തമായ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ദശാബ്ദങ്ങളായി പ്രവാസിയായി കഴിയുന്ന പഹ്ലവി തന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഈ സന്ദേശം യുദ്ധക്കളത്തിലെ തന്ത്രങ്ങളെക്കാൾ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. പ്രകൃതി വിഭവങ്ങളാലും പ്രതിഭാശാലികളായ മനുഷ്യരാലും സമ്പന്നമായ ഒരു രാജ്യമാണ് ഇറാൻ. എന്നാൽ ഇന്ന് പട്ടിണിയും പണപ്പെരുപ്പവും അഴിമതിയും കൊണ്ട് ആ രാജ്യം ശ്വാസം മുട്ടുകയാണ്. നിലവിലെ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും അനാവശ്യമായ സൈനിക സാഹസികതയുമാണ് ജനങ്ങളെ ദരിദ്രരാക്കിയത് എന്ന് പഹ്ലവി കുറ്റപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ അദ്ദേഹം പങ്കുവച്ച സന്ദേശത്തിൽ ഇറാനിയൻ പ്രോസ്പെരിറ്റി പ്രൊജക്ടിനെ അടിസ്ഥാനമാക്കിയുള്ള തന്റെ വാഗ്ദാനങ്ങൾ സത്യസന്ധവും സുതാര്യവുമാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. രാജ്യത്തിന്റെ സമ്പത്ത് ജനങ്ങൾക്ക് തന്നെ തിരികെ നൽകുക എന്ന ലളിതവും എന്നാൽ വിപ്ലവകരവുമായ ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഈ മാറ്റം കൊണ്ടുവരാൻ ഇറാനിയൻ ജനതയുടെ കഴിവിനും വൈദഗ്ധ്യത്തിനും അദ്ദേഹം ഏറ്റവും പ്രാധാന്യം നൽകുന്നു. പഹ്ലവിയുടെ പദ്ധതിയിലെ ഒന്നാമത്തെ ലക്ഷ്യം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സൈനിക അർദ്ധസൈനിക ശക്തികളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ്. നിലവിൽ ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പോലുള്ള സൈനിക വിഭാഗങ്ങളാണ്. രാജ്യത്തെ വലിയ വ്യവസായങ്ങളും വ്യാപാര ശൃംഖലകളും അവർ കൈക്കലാക്കിയിരിക്കുന്നതിനാൽ സാധാരണ പൗരന്മാർക്ക് സാമ്പത്തിക അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഈ സാമ്പത്തിക കുറ്റവാളികളെ നീക്കം ചെയ്ത് സമ്പദ് വ്യവസ്ഥയെ യഥാർത്ഥ ഓഹരി ഉടമകളായി പൗരന്മാർക്ക് കൈമാറുമെന്നാണ് പഹ്ലവിയുടെ ഒന്നാമത്തെ വാഗ്ദാനം. ഇത് സാധ്യമാണ് എങ്കിൽ നിലവിലെ ഭരണഘടനാ സംവിധാനത്തിൽ വലിയ അഴിച്ചുപണി തന്നെ വേണ്ടിവരും. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറാന്റെ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ആസ്തികൾ മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പണം തിരികെ കൊണ്ടുവന്ന് ഇറാനിലെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കണമെന്നതാണ് രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് മൂന്നാമത്തെ ലക്ഷ്യവും. രാജ്യത്തിന്റെ സമ്പദ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വിദേശത്തെ പ്രോക്സി യുദ്ധങ്ങൾക്കുമായി ചെലവഴിക്കുന്ന രീതി അവസാനിപ്പിക്കുമെന്ന് പഹ്ലവി വ്യക്തമാക്കുന്നു. പകരം ആ പണം ഉപയോഗിച്ച് രാജ്യത്തെ തകർന്നടിഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഷ്കരിക്കും. പ്രത്യേകിച്ച് ഇറാൻ നേരിടുന്ന രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കുക, വൈദ്യുതി വിതരണ ശൃംഖല ആധുനികവൽക്കരിക്കുക, ഇന്ധന ശൃംഖലകൾ ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത്. തീവ്രവാദത്തിന് നൽകുന്ന പണം കുടിവെള്ളത്തിനും വൈദ്യുതിക്കും നൽകുക എന്ന രാഷ്ട്രീയ നയമാണ് ഇവിടെ തെളിയുന്നത്. നാലാമതായി, രാജ്യത്ത് വേരൂന്നിയ അഴിമതിയും കുത്തകകളും അവസാനിപ്പിക്കണമെന്നും സർക്കാർ ഖജനാവ് ചോർത്തുന്ന റെന്റ് സീക്കിംഗ് സമ്പ്രദായം തകർക്കണമെന്നും പഹ്ലവി പറയുന്നു. ഈ തുക ആരോഗ്യം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്കായി നീക്കിവെക്കും. അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ്, ഇറാന്റെ ഏറ്റവും വലിയ ആസ്തി എണ്ണയോ ഗ്യാസോ അല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളാണ് എന്ന തിരിച്ചറിവാണ്. ജനങ്ങളുടെ കഴിവുകളിൽ നിക്ഷേപം നടത്താനും അവരെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കാനും പുതിയ സംവിധാനം ശ്രമിക്കും. സാമ്പത്തിക സ്ഥിരതയും വളർച്ചയും വീണ്ടെടുക്കുക വഴി ഇറാന്റെ അഭിമാനം ലോകത്തിന് മുന്നിൽ തിരികെ പിടിക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് അദ്ദേഹം തന്റെ സന്ദേശം അവസാനിപ്പിക്കുന്നത്. റസ പഹ്ലവിയുടെ ഈ പദ്ധതികൾ കേൾക്കാൻ ആവേശകരമാണ് എങ്കിലും അവ നടപ്പിലാക്കണമെങ്കിൽ അദ്ദേഹം രാജ്യത്തിന്റെ അധികാരത്തിൽ എത്തേണ്ടതുണ്ട്. എന്നാൽ നിലവിൽ അദ്ദേഹം പ്രവാസത്തിലാണ്. ഇറാനിൽ ഒരു ഭരണകൂട മാറ്റം അടുത്തുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ വ്യക്തമായ ഉത്തരമില്ല. അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി ഇറാന്റെ ഭരണകൂട മാറ്റം തങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് എങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടുകൾ എപ്പോൾ വേണമെങ്കിലും മാറാം. ഇസ്രയേലിനെ സംബന്ധിച്ച് ഇറാന്റെ ഇപ്പോഴത്തെ നേതൃത്വം മാറുന്നത് അവരുടെ സുരക്ഷയ്ക്ക് ഗുണകരമാണ്. എന്നാൽ അതിനായി ഇറാൻ മണ്ണിൽ നേരിട്ട് സൈന്യത്തെ ഇറക്കിയുള്ള ഒരു നീക്കം അവർക്ക് വലിയ വെല്ലുവിളിയാണ്.
അതേസമയം പഹ്ലവി വിഭാവനം ചെയ്യുന്ന പരിവർത്തന വ്യവസ്ഥ എന്നത് വിദേശ പിന്തുണയോടെയുള്ള ഒരു മാറ്റത്തെയാണോ അതോ ആഭ്യന്തരമായ ഒരു ജനകീയ വിപ്ലവത്തെയാണോ ലക്ഷ്യം വെക്കുന്നത് എന്നതും സജീവമായ ചർച്ചയാണ്. പഹ്ലവിയുടെ വാക്കുകൾ വെറും പൊള്ളിയായ വാഗ്ദാനങ്ങളല്ല എന്നും ഒരു പുതിയ ഇറാന്റെ ബ്ലൂ പ്രിന്റ് ആണെന്നുമാണ് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകളായി ഇറാൻ ഭരിക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അത്ര എളുപ്പത്തിൽ മാറ്റിമറിക്കാൻ കഴിയുമോ എന്നത് കണ്ടറിയണം. ഇറാന്റെ ചരിത്രത്തിൽ പഹ്ലവി കുടുംബത്തിനുള്ള സ്ഥാനവും അവർക്കെതിരെയുള്ള വിമർശനങ്ങളും ഒരുപോലെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സാമ്പത്തിക പുനരുദ്ധാരണ പദ്ധതി ഇറാന്റെ വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ മുന്നോടിയാണോ എന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരു വശത്ത് തോക്കുകളും മിസൈലുകളും സംസാരിക്കുമ്പോൾ മറുവശത്ത് വികസനത്തിന്റെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും ഭാഷ സംസാരിക്കുന്ന പഹ്ലവി ഇറാന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പുതിയ ചിത്രം ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.